ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഫിയാത്ത് മിഷൻ്റെ ആരംഭം പെട്ടെന്ന് ഓർമ്മ വരികയായിരുന്നു. ഒന്നുമില്ലാത്തടത്ത് ഫിയാത്ത് മിഷൻ എന്നുള്ള പേര് പോലും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഞാൻ ഒരു മുഴുവൻ സമയം സുവിശേഷകനാകുന്നത്. ഉണ്ടായിരുന്ന ബിസിനസ്സും മറ്റെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി. ഞാൻ ആ സമയത്തൊരു ശുശ്രൂഷകനോ ഒരു എഴുത്തുകാരനോ ഒരു കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല. കർത്താവ് വിളിച്ചു, അതിന് പ്രത്യുത്തരമായിട്ട് കർത്താവിന് വേണ്ടി മുഴുവൻ സമയം ഇറങ്ങി. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുകയായിരുന്നു. ഒന്നുമില്ലായിരുന്നു, സാമ്പത്തികമായിട്ടും ഒന്നുമില്ല. അതേസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭാരത സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പടിപടിയായിട്ട് ഓരോ മിനിസ്ട്രീസ് ഏൽപ്പിക്കുന്നതും ആ തരത്തിൽ കർത്താവ് ഫിയാത്ത് മിഷൻ വളർത്തുന്നതായിട്ട് കാണാൻ സാധിച്ചു. 2006 ഞാൻ മുഴുവൻ സമയം ആയിട്ട് ഇറങ്ങി. 2010 മണിപ്പൂരിൽ മാറാം എന്ന ഭാഷയിൽ ആദ്യത്തെ ബൈബിൾ ഇറക്കി. അതിനുശേഷം കർത്താവ് ഈ കാലയളവിൽ 21 ഭാഷകളിൽ, ആഫ്രിക്കയിലത്തെ ഒരു ഭാഷ അടക്കം 21 ഭാഷകളിൽ, വ്യത്യസ്ത ഭാഷകളിൽ ബൈബിൾ ഇറക്കാനുള്ള കർത്താവ് കൃപ നൽകി. ഇതെല്ലാം ഞങ്ങളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഇടപെട്ട് ചെയ്ത അത്ഭുതങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്കൊരു ഓഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു മുറിക്കകത്ത് ഒരൊറ്റ കസേരയില്ലാത്ത, ഒരൊറ്റ കമ്പ്യൂട്ടറില്ലാത്ത ചെറിയൊരു മുറിക്കകത്ത് നിന്ന് ആരംഭിച്ച് കർത്താവ് ഈ ഒരു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ, ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നെ കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് അനുഗ്രഹിച്ചു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഫിയാത്ത് മിഷന് വേണ്ട ഇത്ര 50,000 ബൈബിളിൻ്റെ അടുത്ത് എല്ലാ മാസവും പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇതിനുള്ള കഴിവ് ഞങ്ങൾക്ക് ആർക്കുമില്ല. ഫിയാത്ത് മിഷനത് ആർക്കും അത്ര വലിയ കാലിബറുള്ള ആൾക്കാരില്ല. എല്ലാം സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ, ടെക്നിക്കലി അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുറേ പ്രാർത്ഥിക്കാൻ മാത്രം അറിയാവുന്ന കുറേ പേര് മാത്രം കൂടിയ ഒരു ചെറിയ സമൂഹമാണ് ഫിയാത്ത് മിഷൻ. കർത്താവ് ഇതിലൂടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ വളരെയധികമാണ്. ഇപ്പോൾ ആദ്യത്തെ ബൈബിൾ ഇറക്കിയത് വെറും 3000 കോപ്പി ആയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും 50,000 ബൈബിൾ വരെ അടിക്കാത്തക്ക വണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ വളർത്തി. ഇതിനുള്ള ഭാഷകളറിയില്ല, ഇത് ടെക്നിക്കലി ഒന്നും അറിയില്ല, പക്ഷേ എല്ലാം പ്രാർത്ഥിച്ച് കർത്താവ് ഒരു പുതിയ അഭിഷേകത്തോട് ഞങ്ങളെ ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫുൾ ടൈമേഴ്സ് ഒന്നും എങ്ങനെയാണ് ഫുൾ ടൈമേഴ്സിനെ വിടേണ്ടത് ഒന്നും അറിഞ്ഞുകൂടില്ലായിരുന്നു. പക്ഷേ കർത്താവ് ഇപ്പോഴും മുഴുവൻ സമയം ശുശ്രൂഷകരായിട്ട് ഏകദേശം 32 സ്ഥലങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന സെൻറ്റേഴ്സുകളിൽ ഏകദേശം 300 പേരോളം മുഴുവൻ സമയം ശുശ്രൂഷകർ പ്രവർത്തിക്കുന്നു. ഇതിൽ എങ്ങനെയാണ് മുഴുവൻ സമയം ശുശ്രൂഷകർ ഉണ്ടാകുന്നത്, ഇവരെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പരിശുദ്ധാത്മാവ് നടത്തിയ അഭിഷേകത്തിൻ്റെ ഫലം മാത്രമാണ്. ഇനി നമ്മൾ ഒരുങ്ങുന്ന പുതിയൊരു പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പുതിയ അടുത്ത ലെവലിൽ കർത്താവ് ഇന്ത്യയിലുള്ള എല്ലാ വീടുകളിലേക്കും ബൈബിൾ എത്തിക്കണം എന്നുള്ള വലിയ സ്വപ്നത്തോടെ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. അതിന് 33 കോടി ബൈബിൾ ഈ ഒരു വർഷങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെ സുവിശേഷം കേൾക്കാത്ത ആൾക്കാരിലേക്ക് സുവിശേഷം എത്തിക്കത്തക്ക വണ്ണമുള്ള പുതിയൊരു അഭിഷേകം ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ.
അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.